ഹലോ വെൽക്കം ടു കാർട്ടേജ് പോയിൻ്റ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്സൺ പ്രിൻ്ററിൽ എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുക, അതായത് നമുക്ക് ഈ ഹെഡ് ക്ലീനിങ്, പവർ ക്ലീനിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നതാണ്. അപ്പോൾ ഇതെപ്പോഴാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രിൻറ്റിങ്ങിന് ചെറിയ ചെറിയ ഇഷ്യൂകളൊക്കെ വരുമ്പോൾ, പ്രിൻറ്റിങ് കറക്റ്റ് അല്ലാതെ കിട്ടുമ്പോൾ, അതിൻ്റെ ക്ലിയർ പോകുമ്പോൾ ഒക്കെ നമ്മൾ ഈ ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ പോവുക. അതിനുശേഷം നമ്മുടെ കൺട്രോൾ പാനലിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ടാകും. എന്നിട്ട് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. ശേഷം പ്രിൻറ്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് എന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് നമ്മുടെ പ്രിൻ്റർ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എപ്സൺ L3150 എന്ന പ്രിൻ്ററാണ്. അതിൻ്റെ അടുത്തുള്ള ആ ഒരു ആരോ മാർക്കിലേക്ക് പോയാൽ അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം പ്രിൻറ്റിംഗ് പ്രിഫറൻസസ് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം. അവിടെ നമ്മുടെ പ്രിൻ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ലാസ്റ്റ് മെയിൻ്റനൻസ് എന്ന ഓപ്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഓപ്ഷൻസൊക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നോസിൽ ചെക്ക്, ഹെഡ് ക്ലീനിങ്, പവർ ക്ലീനിങ്, പ്രിൻ്റ് ഹെഡ് അലൈൻമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ പവർ ക്ലീനിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പവർ ക്ലീനിങ് ചെയ്യാൻ നമ്മുടെ പ്രിൻ്ററിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ പ്രിൻ്റൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ നോസിൽ ചെക്ക്. അപ്പോൾ ഞാനിവിടെ നോസിൽ ചെക്ക് കൊടുക്കുന്നുണ്ട്. നോസിൽ ചെക്ക് ക്ലിക്ക് ചെയ്താണ്ട് നമ്മൾ ഈ പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുക. അവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ക്ലീനിങ് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത്. അതായത് നമുക്ക് പ്രിൻ്റ് വരുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു ലൈൻസിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ആവശ്യമാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് വരും. അത് നോക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ കൊടുത്ത പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പ്രിൻ്ററിന് യാതൊരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ ഈ ലൈൻസൊക്കെ കറക്റ്റാണ്, ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മളിതൊക്കെ സർവീസ് ചെയ്ത് ഇവിടെ റിപ്പയർ ചെയ്ത് വെച്ച പ്രിൻ്ററാണ്. അപ്പോൾ ഇതിന് ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ പോലും എങ്ങനെയാണ് ഈ ക്ലീനിങ് ചെയ്യുക, പവർ ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമുക്ക് പവർ ക്ലീനിങ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഈ മേജറായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഈ ലൈൻസിലും കാര്യങ്ങൾക്കും ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ പവർ ക്ലീനിങ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് പവർ ക്ലീനിങ് ചെയ്യാം. ഈ പവർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 മണിക്കൂറിൽ ഒരിക്കലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. അതേപോലെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ക് ലെവലൊക്കെ കുറച്ച് കുറയും. അതായത് ഇങ്ക് ഇത് ചെയ്യാനായിട്ട് കുറച്ചെടുക്കും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇങ്ക് കുറച്ച് കഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പവർ ക്ലീനിങ് എപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഇഷ്യൂകൾ വരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രിൻ്ററിൽ ഇങ്ക് ഉണ്ട് എന്നത്, ആവശ്യത്തിനൊക്കെ ഇങ്ക് ഉണ്ട് എന്നത് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് പ്രിൻ്ററിൽ ഇങ്ക് ഇല്ലെങ്കിൽ ഇതൊരിക്കലും ചെയ്യരുത്. അത് നിങ്ങളുടെ പ്രിൻ്ററിനെ ഡാമേജ് ചെയ്യും. ശേഷം ഈ ചെക്ക് ബോക്സൊക്കെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ പവർ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അങ്ങനെ ലോഡ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് കഴിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻ്ററിനകത്ത് നിന്ന് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ്. അത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പവർ ക്ലീനിങ് കംപ്ലീറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ എപ്സൺ L സീരീസ് പ്രിൻ്ററിൽ നമ്മൾ പവർ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രിൻ്ററിലെ ചെറിയ ചെറിയ പ്രിൻറ്റിങ് ഇഷ്യൂകളൊക്കെ പരിഹരിക്കും. മേജർ ഇഷ്യൂകളാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ നിങ്ങളെ സമീപിക്കുക. നിങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. സർവീസിന് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.